മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ 40 വയസ്സിന് ശേഷം പ്രണയം വരുന്ന കുറേ ആൾക്കാരുണ്ട് അല്ല? അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണാറുണ്ട്. 40 വയസ്സിന് ശേഷമാണ് എനിക്ക് പ്രണയം, മാധവിക്കുട്ടിയടക്കം നോവലിൽ പറഞ്ഞിട്ട് എനിക്ക് 40 വയസ്സിന് ശേഷമാണ് പ്രണയം കുറച്ചും കൂടെ എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ ഈ 40 വയസ്സിന് ശേഷം വരുന്ന പ്രണയം അത് ശരിക്കും ഒരു പ്രണയമാണോ? അഗൈൻ ഏജ് വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പറയില്ല, ഒരു 40 വയസ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും കുറേ കൂടെ നമുക്ക് പല കാര്യത്തിനെ പറ്റിയിട്ടും നമുക്ക് കുറേ കൂടെ വ്യക്തത വരുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, കുറേ ആ ഒരു സമയത്ത് നമ്മൾ പ്രണയത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറാം. ഒരു സ്റ്റേജിൽ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരിക, കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടി വരുന്ന ഇമോഷണൽ സെറ്റിൽമെൻ്റ് ആയിരിക്കും, പിന്നെ ഒരു സമയത്ത് കമ്പാനിയൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഏജിനനുസരിച്ച് കുറച്ചും കൂടെ നമ്മളെ എക്സ്പീരിയൻസിനനുസരിച്ച് കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആക്ച്വലി ഇതാണ്, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, ദിസ് വാട്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഒരു ഏജിന് ശേഷം ചിലപ്പോൾ നമ്മൾ സീക്ക് ചെയ്യുമായിരിക്കും സ്പെസിഫിക് ഫോർ തിങ്സ്. ആ സംഭവം കിട്ടുമ്പോൾ ഐ ഗോട്ട് ഇറ്റ്, സോ ഐ ആം കൈൻഡ് ഓഫ് ഫീലിംഗ്സ്. അതായത് ഇതുവരെ കിട്ടാത്തൊരു സ്നേഹം എനിക്ക് ഇപ്പം കിട്ടി, ആ ഒരു മെൻറ്റാലിറ്റി ആണോ? പ്രണയത്തോടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വരുന്ന വ്യത്യാസമാണ് കുറേ കൂടെ വരിക. കാരണം ഇതുവരെ കിട്ടിയ, ഈ പറഞ്ഞ പോലെ കിട്ടിയ പ്രണയത്തിനേക്കാളും ഇതിന് വ്യത്യാസം വരാനുള്ളത് നമ്മളതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മാറി. അന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളല്ല ഇന്ന്. നമ്മൾ എക്സ്പീരിയൻസ് ഇടുമ്പോഴേക്കും നമ്മളതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ എക്സ്പെക്റ്റേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിളാണ്, എത്രത്തോളം ഒരു വിഷയം അതെല്ലാം മാറുന്നുണ്ട്. ആ മാറുന്നതിനനുസരിച്ച് പ്രണയത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ പറയും നീ അവനെ നോക്കരുത്, അപ്പോൾ ആ കുട്ടി പറയും എനിക്ക് അവനെ അറിയാം, ഞാൻ ഇത്രയും കാലം എനിക്കറിയാം, അവൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പാരൻസിനെ എതിർത്തിട്ടാണ് ഇവർ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അറിയാം ഇവൻ എങ്ങനെയാണെന്നുള്ളത്, പാരൻസിന് അറിയാം, പക്ഷെ ഇവർക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഈ കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം? ആ ഒരു കോംപ്ലിക്കേഷൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ, കാരണം ഇപ്പോൾ 14, 15, 18 ആ ഒരു വയസ്സിലാകുമ്പോഴത്തേക്ക് കമ്മിച്ചടാ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണേ നമ്മൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാവും? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഇരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം? അത് നമ്മളാദ്യം ഈ പറഞ്ഞ പോലെ ഒരു റിസപ്റ്റീവ് സ്റ്റേറ്റ്. അതെ, കാരണം നമ്മൾ പറയല്ലോ ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത് നെഗറ്റീവേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നെഗറ്റിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്കത് കയറില്ല. സോ നമ്മൾ ആക്ച്വലി ആ കുട്ടിയുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവൻ വേണ്ട എന്നുള്ളതല്ല. അതിനേക്കാളേറെ ഇത് ആക്ച്വലി നമ്മൾ ഒരു യൂണിലാറ്റർ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ എനിക്ക് പയ്യനറിയാം, എനിക്ക് ഇത്ര അറിയാം, ഈ ഒരു നമ്മുടെ വിഷൻ ആക്ച്വലി ഈ ഒരു ആംഗിളിലാണ് പോണത്. പക്ഷേ കുറച്ചും കൂടെ ബ്രോഡറായിട്ടുള്ളൊരു പല ആംഗിളുകളുമാണ് കാണ് എന്നാണ് നമ്മൾ ആക്ച്വലി കുട്ടികളുടെ അടുത്ത് പറയണത്. ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, ഇത് കൺസിഡർ ചെയ്തിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുക എന്നാണ് ആക്ച്വലി പറഞ്ഞ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് പ്രീ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പറഞ്ഞാൽ പറ്റില്ല. കുറച്ചും കൂടെ ഒന്ന് പറയുക, ഇത് നിർത്താനല്ല, അല്ലെങ്കിൽ ഇതല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് തിങ്ക് അബൌട്ട് ദിസ്, ഇങ്ങനെ ചിന്തിക്കുക. നമുക്ക് ആ ചിന്ത ഇല്ല, ആ ചിന്തിക്കാനുള്ളൊരു ഇമോഷണൽ ബാൻഡ് വിഡ്ത്ത് ആ സമയത്ത് ഇല്ല. ആ സ്പേസ് കൊടുക്കണം അവർക്ക്, അവർ ചിന്തിക്കാനുള്ളൊരു സ്പേസ് അല്ല, ചിന്തിക്കാനില്ല, ആങ്കർ ചെയ്യുക. സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആങ്കർ ചെയ്യുക എന്ന് പറയും നമ്മൾ. അവർ ചിന്തിക്കാനുള്ളൊരു ബാൻഡ് വിഡ്ത്ത് ആദ്യം കൊടുക്കുക. ഇതാണ് സംഗതി, ഇതിനെപ്പറ്റി ഈ ആസ്പെക്റ്റ് ഉണ്ട്, ഈ ആസ്പെക്റ്റ് ഉണ്ട്, ഈ ആംഗിളിൽ കൂടെ ഇതൊക്കെ കൂടെ ചിന്തിക്കുമ്പോഴും യു മൈറ്റ് നോട്ട് റീച്ച് ദ സെയിം തിങ്, അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു സംഭവം കുറേ കാര്യങ്ങളും കൂടെയാണ്. അപ്പം ഞാനെന്നൊരു വ്യക്തിക്ക് ഐ ആം എ പേഴ്സൺ, ഐ ആം എ സിസ്റ്റർ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം കുറേ ആസ്പെക്റ്റ് ഉണ്ട് ലൈഫിൽ. സോ ഫോക്കസ് ഒരെണ്ണത്തിൽ മാത്രമേ ബാക്കി ബ്ലറായി പോകും. സോ പരമാവധി ആ ഒരു റിയലൈസേഷനിലേക്കും ആ ഒരു റിയാലിറ്റിയിലേക്ക് അവരെ വഴിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക, തിങ്ക്, ഇതുണ്ട്, ദിസ് ഇസ് ഹിയർ, വാട്ട് ഇസ് അർജൻസി ഹിയർ, വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യണോ, ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇന്ന 4-5 ഓപ്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. കാരണം ആ ഒരാൾക്ക് ആ ഒരു ഒറ്റ ഓപ്ഷനെ നമ്മുടെ കണ്ണിൽ പെടുള്ളൂ, വേറെ സംഭവങ്ങളില്ല. ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, വൈ, ദെൻ തിങ്ക്. അങ്ങനെ സ്വമേധയാ ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തിങ്സ് വിൽ ബി ഫാർ ബെറ്റർ.